നമ്മളിപ്പോഴേ കോങ്ങാട് പോയി വന്നേ ഉള്ളൂ കേട്ടോ. എന്താ വന്ന് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ. ഇതൊക്കെ നമുക്കില്ലേ പാക്ക് ചെയ്യണം കേട്ടോ. കോങ്ങാട് എന്താ ഇന്നലെ നോക്കിയത് അവിടെ ഒരു കട തീ പിടിച്ചേക്കണു ഹോട്ടലിൽ കേട്ടോ. അപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെ ജീവിതമാർഗ്ഗമല്ലേ, എങ്ങനെയാണ് തീ പിടിച്ചതെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. രാത്രി 1:30 അത്രയും തീ പിടിച്ചത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പോയി അത് കൂടെ പോയി കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ. ഓരോരുത്തർ എങ്ങനെ അറിയുക, ഉറുമ്പ് നെൽമണി കൂട്ടി വെക്കണ പോലെ കൂട്ടി വെച്ചിട്ടായിരിക്കും ഓരോ കടകൾ തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ നഷ്ടമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റുമല്ലേ. അപ്പോൾ ഇതൊക്കെ ഇനി ആക്കി വെക്കേണ്ട പരിപാടികളൊക്കെ സാധനങ്ങളൊക്കെ ആക്കി വെക്കേണ്ട മക്കൾക്ക് കൊടുക്കട്ടെ. ഞാൻ പാത്രങ്ങൾ എടുത്തിട്ട് വായോ ഡപ്പകൾ. ഒന്നുമില്ലേ, നോക്കി നോക്ക്. ഇന്നൊരു അബദ്ധം പറ്റിയിരിക്കണു. ഈ ചായപ്പൊടിക്ക് എന്താ 1/2 കിലോ പഞ്ചസാര ഉള്ളതാ. നോക്കിയൊക്കെ പഞ്ചസാര കിട്ടിയിട്ടില്ല. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് ഈ പഞ്ചസാര വാങ്ങണം. ഇത് പഞ്ചസാര അല്ല, ഇത് ചായപ്പൊടിയാണ്. മട്ടേരി തന്നെ. ഇതിൽ ആകെ 10 കിലോനേ ഉള്ളൂ മട്ടേരി. നിക്ക് 11-12 കിലോ ഉള്ളു. അപ്പം ഇന്നലെ കുറേ 2-3 പേര് ചോദിച്ചിരുന്നു നിങ്ങൾ ഇവിടെ അരിയും കൂടി ഇല്ലേന്ന്. അരിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളധികം ഇവിടെ വെക്കില്ല, അവിടെ തന്നെയാണ് ചോറ് വയ്ക്കുക. ഇവിടെ ചോറ് വയ്ക്കുമ്പോൾ അരിയല്ലേ ചോട്ടാൻ പാടില്ല. എന്താ നമ്മളിവിടെ ചോറ് വയ്ക്കില്ലേന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നില്ലേ. നമ്മളിവിടെ ചോറ് വയ്ക്കും കേട്ടോ. 4 അരി നമ്മൾ വെക്കുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അവിടെ വെക്കുക. നമ്മൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ സോപ്പും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ 1 മാസത്തേക്കുള്ളത് നമ്മൾ വാങ്ങി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യാറ്. 1 മാസത്തേക്ക് നമുക്ക് എത്തുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങണ്ടേ, എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങും കേട്ടോ. മാവേലിയൊക്കെ പോയിട്ട് വാങ്ങുകയാണെന്ന് പറഞ്ഞാൽ നല്ല ലാഭമല്ലേ. ഇതൊക്കെ ഇവിടെ ഉപ്പുമാവ്. ഒരു ദിവസം നമുക്ക് ഉപ്പുമാവ്, ഒരു ദിവസം റവ ഉപ്പുമാവ്, ഒരു ദിവസം സേമിയ ഉപ്പുമാവ്, റവ. ഇതൊക്കെ ഇവിടെയാണ് കേട്ടോ അമ്മൂട്ടി. ഓ ചെവിടെ വേദന കൂടുക, ആശുപത്രി പോകണോ? ആശുപത്രി പോകാൻ പറ്റി അറിയില്ല. അതോ പറ എന്താണ്? ആശുപത്രി പോകണം അറിയില്ല. ആശുപത്രി പോകണം. അത് നീർക്കെട്ടിൻ്റെ തോന്നുന്നുണ്ട് കിച്ചോ. എല്ലാവർക്കും ഉണ്ട്. ചാച്ചനാണ് പറഞ്ഞിട്ട് വയ്യ, പനി പിടിച്ചിട്ട് അവിടെ ഇരിക്കണം. അപ്പം അത് നൂൽപുട്ടും പൊടി, അപ്പപ്പൊടി, പത്തിരിപ്പൊടിയൊക്കെയാണ് കേട്ടോ. അപ്പം അത് ഓരോ ദിവസവും ഒരു പാക്കറ്റ് നമുക്ക് ഈ പുട്ടുണ്ടാക്കുക ഇങ്ങനെ 2 പാക്കറ്റ് വേണം. നൂൽപുട്ടുണ്ടാക്കുക വെച്ചാലും ഇതേപോലെ 2 പാക്കറ്റ് വേണം കേട്ടോ. ഇതൊക്കെ ഇപ്പം ഇന്ന് അമ്മ വന്നില്ലേ, അമ്മ വന്നപ്പോൾ കൊണ്ടുവന്ന ബേക്കറികളാണ്. ഇത് പൊട്ടിച്ചിടാൻ അയച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത് പൊട്ടിച്ച് ധൂമായിട്ടുണ്ടാവും. പരിപ്പ് കറിയോ? അമ്മൂട്ടി ഇന്ന് രസം ഉണ്ടാക്കട്ടെ. ഇനിയിപ്പോൾ നമുക്കില്ലേ എന്തെങ്കിലും വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടുണ്ടാക്കണം. ചായപ്പൊടി ഉണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചു. ഇതിൻ്റെ അടിയിൽ ഇന്ന് അമ്മ കൊണ്ടുവന്ന പേരയ്ക്ക ഉണ്ട് കേട്ടോ, മറക്കണ്ട. പിന്നെ ഇത് ആശീർവാദിൻ്റെ ഇതൊക്കെ ഒരു ഓഫർ പോലെ കിട്ടുമ്പോൾ നമ്മൾ വാങ്ങണതാണ്. നമുക്ക് ഗോതമ്പ് വൈകുന്നേരത്ത് ഇപ്പോൾ ചപ്പാത്തിയാണല്ലോ, പിന്നെ കുട്ടികൾക്കും വേണ്ട. നാളെ പിന്നെ പെങ്ങളും കുട്ടികളൊക്കെ വരും കേട്ടോ. അപ്പോൾ വരുമ്പോൾ എല്ലാവരും പാടെ ചെയ്യുമ്പോൾ ഒരു അടിപൊളി പൂരായിരിക്കില്ലേ അമ്മോ. ഉച്ച ചെയ്യുമ്പോഴേക്കും വരുന്നുണ്ടാവും. എപ്പോഴാണ് വരികയെന്നൊന്നും അറിയില്ല. അപ്പോൾ കഴിഞ്ഞത് ഇങ്ങനെ വയ്ക്കും. ശരിക്ക് മാവേലിത്തിയും ഇങ്ങനെ കുറച്ച് പിന്നെ നമ്മുടെ ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വലിയൊരു കുടുംബമാണല്ലോ, സാധനങ്ങൾ എത്ര ഉണ്ടെങ്കിലും തകയില്ല. പിന്നെതാ മുളകും മല്ലിയും വാങ്ങിയത് പൊടിച്ചത് കഴിഞ്ഞു. അപ്പം അതും കൊണ്ട് മുളകും മല്ലിയും വാങ്ങിയിട്ടുണ്ട്. അതിന് പൊടിപ്പിക്കും. ഞങ്ങൾക്ക് 1.5 മാസം എത്തുള്ളൂ. ഇനി ഇപ്പം ഇന്ന് കുറച്ചൊരു ഇതിൽ ഇത്രേ വാങ്ങിയുള്ളൂ കേട്ടോ. ഈ മാവേലിയിലും കൂടി പോയി നോക്കിയിട്ട് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ മഴക്കാലത്തേക്ക് ഒരു 2-3 മാസത്തേക്കുള്ളത് വാങ്ങി വെക്കണം. ഇല്ലെങ്കിൽ നല്ല അടഞ്ഞ് മഴ പെയ്യുമ്പോൾ ഉണക്കി വയ്ക്കാൻ പറ്റില്ല അല്ലേട്ടാ. ചില ആൾക്കാർ പറയുന്നേക്കാം ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ പൊടിച്ചു എന്നുള്ളത്. അതെങ്ങനെയാണ് പൊടിച്ചിട്ട് എടുക്കാൻ പറ്റുക? കഴിഞ്ഞു. കടുകും ഇതൊക്കെ എടുത്ത് വെച്ചു. അതൊക്കെ കടുകൊക്കെ ഉണ്ടിരിക്കണം.
കടുകും ഉലുവയൊക്കെ ഉണ്ട്. കടുക് ഉലുവയൊക്കെ ഉണ്ട്. ഈ ഉഴുന്ന്, റോബസ്റ്റ് പഴം, ഉഴുന്ന് ഇവിടെ ഉണ്ട്. ഉലുവയ്ക്ക് പാത്രം ഉണ്ടേ അവിടെ. ആ ഇതിലുണ്ട്. മുടി വെട്ടേ എന്താ അമ്മ ഒന്നിക്ക് നോക്കാത്ത പോലെ ഇരിക്കും. ഒരു പാത്രത്തിൽ കുറച്ച് പുളി വെള്ളത്തിലിട്ടാ രസം വെക്കാൻ എന്താ പറ്റായ? എന്തേ പുളി അലിക്കില്ലേ? എന്തായാലും പുളി കുറച്ച് വെള്ളത്തിലിട്ട് കേട്ടോ. ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് അവർ വന്നത് കൊണ്ടേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി. മഴ വരുന്നുണ്ട്, എപ്പോഴാണാവോ നിൽക്കുക. കറണ്ട് പോയി കഴിഞ്ഞാൽ ചപ്പ നിൽക്കും നമ്മുടെ വീഡിയോ അല്ലേ? ഇത് മഴ ചാറിയും കൊണ്ടേ ഇരിക്കുമ്പോൾ അച്ചു ചായപ്പൊടി ഇതിലില്ലേ, ചെറുപയറില്ലേ വെറുതെ എനിക്ക് ഇവിടുത്തെ ഈ വെള്ളത്തിലില്ലേ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കര ഇതാട്ടോ. ഈ കുഴൽക്കിണർ വെള്ളം ഞാൻ അവിടെ പോയിട്ട് ഒരു പാത്രം വെള്ളം എടുത്തിട്ട് വരട്ടെ. ഇവിടെ ആണെങ്കിൽ ലൈറ്റ് ഇട്ടേക്കണ പെണ്ണ് ഡിയേ ഇതാ ഇവിടേക്കുള്ള ലൈറ്റ് അടുക്കി പെറുക്കി വെച്ച കടുകും അതിൽ കാക്കിലും കൊള്ളില്ലേ, കടുകും ഉലുവയൊക്കെ ഇട്ടോ. നമ്മളില്ലേ ഈ സംഭവം കടുക് ഉലുവ, കടുകും ഉപ്പും മഞ്ഞപ്പൊടിയും വാക്കറാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? അമ്മ പറയുന്നതൊക്കെ ഉപ്പും വേണം കടുകും വേണം ഒരു വീട്ടിൽ. അമ്മ വെളുത്തുള്ളി ഒന്ന് നേരേക്കും ഞാൻ ഇത് കഴിയുമ്പോഴേക്കുന്നൊക്കെ അത് ഉണ്ടാക്കാമല്ലോ. ഞങ്ങളിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനില്ലേ അമ്മേനെ കൊണ്ടേക്കാൻ കല്ലടിക്കോട് പോയി. അവിടെ നിന്ന് വന്നു, പിന്നെ നേരെ നമ്മൾ കോങ്ങാട് പോയി. അപ്പോൾ പിന്നെ അപ്പോഴാണ് അനിയന് ജലദോഷം പനി. അപ്പോൾ രസമാണ് പറഞ്ഞു വെച്ചാൽ കുഴപ്പമില്ലല്ലോ. മറ്റേത് കൂട്ടാനൊന്നും ഇന്ന് സത്യം പറയാ കൂട്ടാനുള്ളൂ. എന്താണ് ഇതിൽ എവിടെയെങ്കിലും രണ്ടു ഉഴുന്ന് തന്നെ ഒഴിഞ്ഞ പാത്രങ്ങളുണ്ട്, അതിലെടുത്തിട്ടോ. ഇത് വെറുതെ അവിടെ അപ്പുറത്തില്ലേ നന്നായിട്ടുണ്ടോ മുട്ടി? നമ്മുടെ കുട്ടി അതിന് അത്ര ഇരുന്നറത്തിലൊന്നല്ലേ. പിന്നെ നന്നായിട്ടുണ്ട്. നമ്മൾ കണ്ടോ വെളുത്തുള്ളി നേരേക്കാനാണ് പറഞ്ഞത്. കിട്ടിയില്ലേ പാത്രങ്ങൾ കിട്ടിയില്ല. ഒരു ഉണ്ട പുളി നമ്മൾ വെള്ളത്തിലിട്ടേക്കണ്ടേ. നാളേക്കും കൂടി ഏത് വലുപ്പിലേട്ടാ? ഇവർക്കൊരു പാത്രം ഇല്ല അത്ര കുപ്പി പാത്രങ്ങള്. ഇതിലെന്താ വെളുത്തുള്ളി നേരേക്ക് തരില്ല. കഴിഞ്ഞ മല്ലിപ്പൊടി ഒരുണ്ട മതി. അമ്മ ആദ്യം ചപ്പാത്തി ഉണ്ടാക്കി തരും. ദബടെ ഉണ്ടല്ലോ, പൊട്ടിച്ചിട്ടു. 3/4 കിലോനതെ. 3/4 കിലോ തകയില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഉണ്ടാക്കുമ്പോഴേ നാളെ ഇനി നമ്മൾ വെറുതെ പച്ചരി അരച്ചിട്ടില്ലേ രാവിലെ നീർദോശ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുട്ടും കടലക്കറിയുണ്ട് ചെറുപയറേറിയുണ്ട്. നിനക്ക് ഏതും വേണ്ടേ? എന്തൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ തിന്നോളാം. പറ ഏതാ പേരറിയാത്ത സാധനം എന്താ പറഞ്ഞിട്ട്? നീർദോശ മതിയോ? താഴത്ത് ഓടിക്ക് കൊണ്ടോണ്ട്. ഇത് പഞ്ചസാര ഇതിലിട്ടോട്ടോ. പഞ്ചസാര ഇടാനുള്ളതുണ്ട്. 5 ഇത്ര വലുത്. ഒരു 2 കളർ നമ്മളിപ്പോഴും ഇല്ലേ നമ്മുടെ രീതികളോ അല്ലെങ്കിൽ ശീലങ്ങളോ ഒന്നും നമ്മൾ മാറ്റിയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ അവിടേക്കാണ് വെച്ചാലും ഒരു ചാക്ക് നമ്മുടെ അരി വാങ്ങി അവിടെ വെച്ചിട്ടാണ് വന്നത്. ഇപ്പോൾ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട്
അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ടല്ലേ കറി ഉണ്ടാക്കുക. അപ്പോൾ ആ സാധനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് മാത്രം. നമുക്കങ്ങനെ ഒരു മാറ്റവും ഉണ്ടാവില്ല. നമ്മുടെ മക്കൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് ആവണം അല്ലേ? ഈ മട്ടരിയില്ലേ, റേഷൻ കടയത്തെ മട്ടരി മട്ടരി കഴിക്കുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. മട്ടരി കൊടുക്കുമ്പോൾ അയ്യോ മട്ടരിയാണ് വെച്ചാൽ വേണ്ട, വെള്ളരി റേഷനരി വെള്ളരി മതി പറയും. ഇപ്പോൾ എല്ലാവർക്കും ഇല്ലേ എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അനിയേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാവാൻ തുടങ്ങി. എന്നാൽ വെള്ളരിയോടായിരുന്നു ഇപ്പോൾ താല്പര്യം കമ്മിയാവാൻ തുടങ്ങിയില്ല. അമ്മൂട്ടിക്ക് ഏതാ ഇഷ്ടം? ഇവർക്കൊക്കെ എങ്ങനെയാണെന്നറിയോ, ഈ കടയത്തെ ഉണ്ടരിയിൽ തൊട്ടാ ഒന്നൊന്ന് ഉടയാൻ പാടില്ല, അങ്ങനെയുള്ള അരികളാണ് കേട്ടോ. അമ്മൂനൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടം. ഹരിതകർമ്മസേനക്കാർ കൊടുക്കാൻ പാത്രം കഴുകുന്ന സോപ്പ്, ശർക്കര എടുത്തപ്പോഴാണ് അമ്മൂന് അംഗനവാടിയിൽ നിന്ന് കിട്ടിയ ശർക്കര ഉണ്ടായിരുന്നു, അമ്മൂന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ. ചുമണിയേ എന്താണ് ചെയ്യുന്നത്? അവിടെ വൃത്തിയാക്കി ഇടണം കേട്ടോ. കല്ലുപ്പ് ഇട്ടോ? പൊടിയുപ്പിലുണ്ടല്ലോ അല്ലേ? വേറെ കുറേയൊക്കെ നമുക്കൊരു ആശ്വാസമാണ് ഈ എങ്ങനെയെന്നറിയോ മാവേലിയിലൊക്കെ പോകും. പക്ഷെ ഇപ്പോൾ മാവേലിയിൽ പോകുമ്പോൾ ഒരു കാർഡിലേ കിട്ടുള്ളൂ. രണ്ടാൾ പോയിട്ട് ആദ്യം എങ്ങനെയാണെന്നറിയോ 2 കാർഡും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ വെച്ചാൽ കുറച്ച് സാധനങ്ങൾ കിട്ടും. ഇപ്പോൾ അങ്ങനെ കിട്ടില്ല. ഒരു പാത്രത്തിലില്ലേ, ആ വലിയ പാത്രം എടുക്കൽ ഒരു 2 നാഴി പച്ചരി എടുത്ത് വെക്കട്ടെ. എന്നാൽ നാളെ നീർദോശ ഉണ്ടാക്കാം. നീർദോശയ്ക്ക് എന്താ കറി വേണ്ടേ? ചിക്കൻ വാങ്ങേ. അപ്പം ഇന്നെന്താ കഴിച്ച്? ചിക്കന് 158 റുപ്യേ. അപ്പം നമുക്ക് രസം ഉണ്ടാക്കിയാലോ? ആ എന്നെ ചിക്കനെ അമ്മു പറയുന്നു കേട്ടോ. ഇപ്പം അമ്മൂനെ മനസ്സിലാവാൻ തുടങ്ങി. നൈസ്. ഇനി അച്ചു ആ നമ്മുടെ ഇടിക്കണ മുട്ടി എടുത്തിട്ട് വന്ന പോയിട്ട് എന്ത് കറ? വെളുത്തുള്ളി നേരേക്കിട്ട് കറിയിക്കണ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വെളുത്തുള്ളി നേരേക്കുമ്പോ കറിയോ എന്നുള്ളത്? ഏട്ടാ വേറെ ബൾബില്ല ഇല്ലേ? ഇല്ലെങ്കിൽ നാളെ ഒരു ബൾബ് വാങ്ങണം കേട്ടോ. എന്താണെന്നറിയോ, ഈ കുട്ടികൾ ഇതിനെ പോകുമ്പോഴേ പാമ്പോ ചെയ്യുമ്പോൾ ഉണ്ടാവും. ചുക്കാണ് ജീരകവും കുരുമുളകുമാണ് കേട്ടോ അത്. അതെന്റെ ക്ലിപ്പ്. കല്യാണ വാർഷികത്തിന് സ്നേഹത്തോടെ തന്നതാ. കേട് വരുത്തരുത്. നിലൊന്നും പൊളിയില്ല. ദാ ഇവിടെയൊക്കെ നോക്കിയോക്ക്. അതുകൊണ്ടാ പറഞ്ഞത്. അതെങ്ങനെ വെച്ച് നിരക്കിയ പൊടിയില്ല, ഒന്ന് ചതക്കണേട്ടാ. ഞാൻ വിചാരിച്ചതില്ലേ ഭയങ്കര വലിപ്പമായിരിക്കും, അത്യാവശ്യം നല്ല വലിപ്പമായിരിക്കും ഇതൊക്കെ വിചാരിച്ചിട്ടോ. പിന്നെ നോക്കുമ്പോഴാണ് കൊണ്ടുവന്നപ്പോൾ അല്ല ഇത് നമ്മുടെ 500 എത്ര രൂപയുള്ളൂ കേട്ടോ. പക്ഷെ എന്താ 1000 എത്ര രൂപയുടെ അല്ലേ? അത് കുറച്ച് വലിപ്പുണ്ട്. ഇത്രയും വലിപ്പുണ്ട്. ഈ പരിപാടിക്കൊക്കെ എത്ര ഇതന്നെയല്ലേ ആവശ്യമുള്ളൂ. ഇത് എന്താണെന്നറിയോ, നമുക്ക് മീന വല്ലതൊക്കെ ഇതാക്കുമ്പല്ലേ. ഇതിന്റെ വേറൊന്നും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അവിടെ ഉണ്ട് വേറൊന്നും കൂടി ഉണ്ട്. എന്താ വലുത് വല്ലതും വേണം പറഞ്ഞാൽ അമ്മി അങ്ങോട്ട് ഇറങ്ങാലോ. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. അല്ല അങ്ങോട്ട് ഇറങ്ങാലോ. സൗകര്യത്തിന് ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ അതില് മീൻ കിട്ടാ മതിയേ, ഉപ്പ് പോവല്ലോ. അമ്മൂട്ടിക്ക് ഇത് കിട്ടണോ? വേണോ? അങ്ങനെ ചതയ്ക്കാൻ വേണോ? ഒരവസരം കിട്ടിയ പറഞ്ഞ പോലെ വേണോ? അമ്മൂട്ടി ഇത് ചെയ്യണതൊക്കെ പഠിക്കുകയാണ്. ഒരു ദിവസം ഇനിയിപ്പല്ലേ ഒരു ഇതും കൂടി ഉണ്ട്. കുറേ ദിവസമായിട്ട് ഇപ്പം ഞാൻ മരുന്ന് കഴിക്കുന്നത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അതൊന്ന് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ വരില്ല, നല്ല രീതിയിൽ വരികച്ചാൽ. പക്ഷെ മരുന്ന് നിർത്തിയപ്പോൾ വന്നതും കൂടി പോയി. അപ്പം ഇനി അടുത്ത മരുന്ന് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ എല്ലാവരും പണി പഠിച്ചാലാണ് എനിക്കൊന്ന് നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയാണ് രസം ഉണ്ടാക്കുക കേട്ടോ. അമ്മ എന്തും മിണ്ടാത്ത്
മുഖത്ത് നിറച്ച് കുരുവായിട്ടും കൂടി ഞാൻ സ്കിൻ ഡോക്ടറെ പോയിട്ട് 4500 പോയിട്ട് ഒരു മാറിയില്ല. എന്നിട്ട് അമ്മയ്ക്ക് പറഞ്ഞിട്ട് എനിക്ക് മാറിയില്ല പറയാൻ പറ്റില്ല അമ്മ ആ ഫേസ് വാഷ് ചെയ്തിട്ട് അമ്മേന്റെ മുഖം ഇങ്ങനെയെങ്കിലും ആയിരുന്നു. ഞാനിപ്പോ അതല്ലല്ലോ തേക്കണത്. അത് ഞാൻ നിനക്ക് തന്നില്ലേ? അത് അമ്മയില്ലേ വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ നിന്റെ മുഖത്ത് കുരുവാൻ വേണ്ടിട്ട് ഞാൻ സ്നേഹനിധിയായ ഒരു അമ്മയായതല്ലേ അല്ലേ? എന്നിട്ട് ഒരു മാസം നീ എത്തിക്കണില്ലേ? നമ്മള് രണ്ടാളാണോ വെച്ചാ അത്ര പൈസ കൊടുത്തിട്ട് രണ്ടാൾക്കും പാടെ എപ്പോഴെപ്പോഴും വാങ്ങാൻ പറ്റുമോ? അപ്പൊ ഞാൻ നിനക്ക് തന്നു. സ്കിൻ ഡോക്ടറെ കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ നല്ല പൈസ പോകാൻ വേണ്ടി. അമ്മൂട്ടി ആ ചക്കരക്കിഴങ്ങ് എടുത്തിട്ട് വന്നാ ഇതിൻ്റെ അടുത്ത് വർത്താനം പറയണ്ട. ആ ഏട്ടാ ഒന്ന് സ്കിൻ ഡോക്ടർ ഒന്ന് കൊണ്ടുപോട്ടെ ഏട്ടാ. ആ എനിക്ക് അത് മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പം എന്താണെന്നറിയോ മഞ്ഞളിൻ്റെ ഒരു ലിക്വിഡ് വാങ്ങിയിട്ട് തേക്കുന്നുണ്ട് കേട്ടോ. അത് തേക്കുക ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നാണ്. അത് 200 എത്ര രൂപയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അത് എന്താ മാറിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ. ഇതാ എന്താ പൊന്നടി പൂവാ നമ്മുടെ കുട്ടി അച്ചു ആ ചക്കരക്കിഴങ്ങൊന്നും എടുത്താ. എന്തിനു പോട്ടെ? ആ അതന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എവിടെ നോക്കുക. പാലക്കാട് എപ്പോഴാണ് കിട്ടുന്നത് പറഞ്ഞു വെച്ചാൽ നമുക്ക് പാലക്കാട് പോവാം. 10 കുട്ടികൾക്കാണ് വെച്ചാൽ സ്കിൻ ഡോക്ടറിന് ഏത് ഡോക്ടറും 10 ദിവസം ഉണ്ടാവും. പ്രൈവറ്റിലൊക്കെ പോയാലേ അടപ്പ് തെറിക്കും. നല്ല പൈസയാണ് പ്രൈവറ്റിൽ ലേട്ടാ. പ്രൈവറ്റിൽ പോകാൻ പറ്റില്ല മുട്ടി, നല്ല പൈസയാണ്. വെറുതെ പറയല്ല. ഞാൻ സ്കിൻ ഡോക്ടറെ ഈ അച്ചമ്മയ്ക്ക് ഷുഗർ നോക്കാൻ പോകുമ്പോൾ അവിടെ സ്കിൻ ഡോക്ടർ ഉണ്ട്. ഇതൊന്ന് കഴുകുക അച്ചമ്മ. സ്കിൻ ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടറെ കാണിച്ചാൽ ആ ഡോക്ടർ നല്ല മരുന്ന് തരും. പക്ഷെ ഇപ്പോൾ ആ ഡോക്ടർ പോയി ഇത്ര അവിടെ നിന്ന്. അല്ലെങ്കിൽ അതിന് തന്നെ കണ്ടാൽ മതി. കടമ്പഴിപ്പുറം ഗവൺമെൻറ്റിൽ ഏതോ ഒരു ദിവസമാണ് ഞാനൊരു പ്രാവശ്യം പോയപ്പോൾ ലെക്ക് കിട്ടിയതാട്ടോ. അപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു. ഓടിച്ചാടിപ്പോയി ഡോക്ടറൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ അന്ന് പോണ സമയത്ത് 5 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പുളിയോ രസം ഗ്യാസാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യും? 2 വീട്ടിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായയും കൂടി വെക്കാൻ പറ്റില്ല. എന്താട്ടാ ചക്കരക്കിഴങ്ങ് ഇതാ നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ട് ഒഴിച്ചു കേട്ടോ. രസല്ലേ? പലരും പല രീതിയിൽ വെക്കും. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ പരിപ്പ് രസല്ലേ. കഞ്ഞിവെള്ളല്ലേ? മട്ടരിയുടെ കഞ്ഞിവെള്ളം ഉച്ചക്ക്. ഇത് എന്തോ സൂര്യൻ്റെ കുട്ടി നിങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഞാനും ഇങ്ങനെ എന്താ അനിയേട്ടൻ കഴിച്ചില്ല കേട്ടോ. ഇതാ പുളിയിൽ നമ്മൾ തക്കാളിയിലെ പുഴിഞ്ഞ് ഇങ്ങനെ ഇതാ ഉടച്ചു കൂട്ടിട്ടോ. ഈ ഫോണങ്ങോട്ട് നശിപ്പിച്ചപ്പോ സന്തോഷായില്ലേ? പുതിയ ഫോൺ വാങ്ങി. മഴ ചാറിയും കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. മക്കളെ നിങ്ങള് ബിരിയാണി ഇല്ലേ അത് കഴിച്ചോളിയേ. എന്തേ ഉണ്ട് ഉണ്ടല്ല ഇതിന്റെ മോൾ കഴിച്ചിട്ട് മോരെ വെച്ചക്കാ. ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഗുളി കഴിക്കുക. പനിക്കുണ്ടെങ്കിൽ ആശുപത്രിയിലൊന്ന് പോവാണ്ട് ഇതാട്ടോ എണ്ണ വെച്ച് കൊടുക്കണ്ടേ. ഞാനില്ലേ ഇത് ചെയ്യാന്നാട്ടോ വിചാരിച്ചത്. മുരിങ്ങടല താളിക്കാന്നാ വിചാരിച്ചത്. വൈകുന്നേരം ആകുമ്പോൾ ഇത് ഈ കരി ഉണ്ടോ നാളെ സോപ്പിട്ടിട്ട് ഇവിടേക്ക് ഒന്ന് ഉരച്ച് കഴുകണം. അപ്പോൾ അതാ വിചാരിച്ചത്. പിന്നെ ചുമയൊക്കെ ഇല്ലേ ഇപ്പോൾ രസമാകുമ്പോൾ പിന്നെ കഴിക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. എണ്ണ ചൂട് കുടിക്കാൻ വയറിന് സുഖമാണല്ലോ. കടുകല്ല ഉലുവ. എന്താണ് കടുക് ഉലുവ അറിയാതെ കണ്ണും കാണില്ല. വയസ്സായില്ലടി, വയസ്സായില്ലേ.
നല്ല പുളി മുളക് ഇട്ടിട്ട് ഒരു ചമ്മന്തി അരച്ചു. പിന്നെ ഞാൻ യൗവനം ഇങ്ങനെ എടുക്കാൻ ഇത്ര സൗകര്യം മറ്റേ വട്ടത്തില്ലാണ് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. സൂര്യ പറയുന്നത് കേട്ടോ നിങ്ങള്. എന്റെ സൂര്യ ആർക്ക് അപ്പൊ അത് നാള് ഇതിലുണ്ടായിരുന്നല്ലോ. 50 വയസ്സൊക്കെ വയസ്സായി സൂര്യ. 50 എത്തി പിന്നെ എന്താണ് കൗമാരം. ഇതിൽ നമുക്ക് ഉണക്കമുളകൊക്കെ ഇടാട്ടോ. ഉണക്കമുളക് കഴിഞ്ഞിട്ടില്ലല്ലോ വിചാരിച്ചു. 18 വയസ്സ് വരെയല്ല മുട്ടി. മേമ പറഞ്ഞത് കാര്യമാണ്. മേമ ഒരു ഇതിൽ കണ്ടതാണ് അല്ലടി. നല്ല പോലെ മൂത്ത് വരട്ടെ. നമ്മൾ ഇതാ പുളി ഒഴിച്ച് കൊടുക്കണ്ടേ. അച്ചുട്ടി ഞാൻ ഇതൊന്നും എടുത്തിട്ട് പോവാന. മഞ്ഞപ്പൊടി ഇതാ, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ കുരുമുളകും ജീരകവും കൂടി ഇല്ലേ, അത് പൊടിച്ചത് ഇട്ട് കൊടുത്തു. എന്താ മൂർക്കം വരികേ. ഉപ്പ് അമ്മ വന്ന് പോവുകയല്ലേ. ഒരു എന്തോ പോലെ തോന്നുള്ളൂ അല്ലേ. പിന്നെന്താ നമ്മള് ഏട്ടന് തോന്നില്ല. ഏട്ടൻ ഇവിടെയല്ലേ, ഏട്ടൻ്റെ വീട്ടിലല്ലേ ഏട്ടന്. ഞങ്ങൾക്കല്ലേ എന്താ അമ്മയും അച്ഛനെയും ഒക്കെ വിട്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ആരെ വിട്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങളുടെ മക്കളുണ്ട്, നിങ്ങളുടെ ഭാര്യ ഉണ്ട്, എല്ലാം ഉണ്ട്. അമ്മ ഉണ്ട്, അച്ഛനുണ്ട്. അച്ഛല്ല അമ്മ ഉണ്ട്. ഞാൻ പോയതാണ് കേട്ടോ. വിരുന്ന് നിൽക്കാനൊന്നും പോയില്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മ ഇല്ലാത്തതും കൊണ്ട് പോയില്ല. അപ്പോൾ കുറേ കൂട്ടുകാർ ഇടയ്ക്കൊക്കെ വീഡിയോ കാണുന്നുള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കാറുണ്ട് പ്രസി അമ്മ എവിടേക്കാണ് പോയിന്ന്. അമ്മ ഏട്ടൻ്റെ അനിയൻ്റെ വീട്ടിൽ ചോദിക്കുക. നമ്മളിതില്ലേ ഒരു കഷ്ണം പച്ചക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കായപ്പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കും. എന്നാലും ഒരു പച്ചക്കായം. കായത്തിൻ്റെ മണം നല്ല മണല്ലേ. കായത്തിൻ്റെ മണം നല്ല മണം. എൻ്റെ കയ്യിപ്പോൾ പോയേനെ കേട്ടോ. പിന്നെ കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു അവിയലിൽ ഞങ്ങൾ മധുരം ഇടില്ല എന്നുള്ളത്. ഇവിടെ അവിയലും മധുരം ഓരോ ഭാഗത്തേക്ക് ഓരോ രീതിയിലല്ലേ ഇടില്ല കേട്ടോ. ഒന്ന് കഴിച്ച് നോക്കിയിട്ടില്ല മധുരമാണോ. അതേപോലെ വെളുത്തുള്ളി ഇടുക. നമ്മുടെ ഇവിടെ ഒന്നും അവിയലിൽ വെളുത്തുള്ളി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യം കേട്ടോ. വെളുത്തുള്ളി ഇടുന്ന് പറയുന്നു ചിലവര്. നമുക്കിവിടെ അവിയൽ വെളുത്തുള്ളിയുടെ ചോയ വന്നു കഴിഞ്ഞാൽ ശരിയായില്ല. ഇത് നല്ലപോലെ കടന്ന് തിളച്ച് വരട്ടെ. നമ്മൾ അതേപോലെ രസത്തിലും ഒരു നുള്ള് ശർക്കര ഇടും കേട്ടോ. രസം ഉണ്ടാക്കുമ്പോൾ അത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ രുചി എല്ലാം പാടെ ബാലൻസ് ചെയ്യാനാണ് പറയുന്നേക്ക. മല്ലിയില കേട്ടോ. മേമ അവിടെ അപ്പുറത്ത് ഇതാ ഒരു ചെമ്പ് ചുക്കുവെള്ളം ഇവിടെ വെച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും ചോറ് തിളപ്പിച്ച് ഊറ്റിയിത്ര അവളെ. അപ്പോൾ ചോറ് തിളപ്പിച്ച് ഊറ്റിയപ്പോൾ അവിടെ തീ കത്തിയും കൊണ്ടിരിക്കുമ്പോൾ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ സുഖനീ ഒന്ന് നോക്കിക്കാ. ചൂടാണെങ്കിൽ നമ്മുടെ രസമായി. ഇതിലേക്ക് വേഗം അങ്ങോട്ട് 4 മീനും അങ്ങോട്ട് വറുത്ത് കഴിഞ്ഞല്ലേ രസത്തിന്. വേറെ എന്ത് വേണം പറ. എന്ത് വേണം? ഒന്നും വേണ്ട. അമ്മോ വെള്ളം കൊണ്ടുവന്നോ? നമ്മുടെ ഏത് ചട്ടിക്കും കിട്ടില്ല. മൺചട്ടിക്കും കൽച്ചട്ടിക്കും മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇത് തിളച്ചും കൊണ്ടേയിരിക്കും. കണ്ടോ ഇവിടെ വന്നും കൊണ്ടിരിക്കുന്നുണ്ടോ. അത് ബാക്കി ഒന്നിനും കിട്ടില്ല. അമ്മോ നീ ഇങ്ങനെ ഇത് കഴിച്ചിട്ടാണ് നിൻ്റെ പല്ലിന് കേട് വരുന്നതെന്ന്. മാതള് മൊത്തം കഴിഞ്ഞടി. ഇത്രയുള്ളൂ മാതള്. ഞാൻ 1/4 കിലോനല്ലേ വാങ്ങിയത്.
രസം മാന്ത്രിനും കാണുമ്പോൾ ഊണയിക്കാനൊക്കെ തോന്നണം. നിങ്ങൾ കഴിക്കണ്ട. ഡയറ്റുള്ള ആൾക്കാർ ഡയറ്റിൻ്റെ പാട്ടിന് നിൽക്കുക. ഡയറ്റ് പൊട്ടിക്കുള്ള ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയല്ലേ നിങ്ങളെ. നാലാന്ന് കൊണ്ടുവന്നാ എന്താ ഇനി 2 മതി സതീശന്. ബാക്കിയുള്ളത് സുകന്യക്ക്. നിങ്ങൾ ബിരിയാണി വെച്ചോളി, നാളെ രാവിലേക്ക് എടുക്കാം മാന്തർ. എത്രയാണ് ഒരു മനുഷ്യന് ഐസ് വെള്ളം കുടിക്കുക? അതിൻ്റെ പരമാവധി നമ്മൾ കുടിക്കുന്നുണ്ട് അല്ലേ. എനിക്ക് അമ്മൂല്ലേ ഇതെങ്ങനെ കുടിച്ചിട്ടാട്ടോ അമ്മൂൻ്റെ പല്ല് ഫുള്ളും പോട്. എന്നിട്ട് അവളില്ലേ എന്താ പറയും കണ്ടോ കുടിക്കണത് ഫുൾ ഐസും കട്ട ഇട്ടിട്ട് അതിങ്ങനെ മല പോലെ ആക്കിയിട്ട് എന്നിട്ട് സ്പൂണും കൊണ്ട് ഇങ്ങനെ കോരി കോരി തിന്നും. മല പോലെ ആ അതാപ്പ കണ്ടോ മല പോലെ കിടക്കുന്നത് കണ്ടോ? അതാണ്ടോ അത് മല പോലെ കിടക്കുന്ന ഇതില്ലേ. എന്നിട്ട് അറിയാ എന്താ പറഞ്ഞത്, കോഴിക്കോട് ഒരു സാധനം ഉണ്ട് ഇത്ര ഐസ് വരയ്ക്കുന്നത്. അവള് അറിയാ അമ്മക്ക് ഇത് ചോപ്പ് കളറ് പച്ച കളറ് ഇവിടെ നിന്നിട്ട് കാണിച്ചു. ഇതാണ്ടോ മല കണ്ടോ? ഇങ്ങനെയാണ് പറഞ്ഞത്. ഇത്രയൊന്നുമല്ല വലിയ ക്ലാസ്സിലാണ് പറഞ്ഞു വെച്ചത്. വലിയ ക്ലാസ്സിലാണ് പറഞ്ഞു വെച്ചാൽ തോന്നുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറയും മല പോലെ ഏക്കണ് കണ്ട എന്തിനാ അമ്മു മല പോലെ ഏക്കണെന്ന്. അവർക്ക് കഴിക്കാൻ കൊടുത്താ ബിരിയാണി കൊടുക്ക്. പിന്നെന്താ കേറ്റണ്ട? ഒരു കുഴപ്പമില്ല. ഏയ് എന്റെ കൂടെ അല്ലേ വരുന്നത്. നമ്മുടെ മീൻ വറക്കലും കഴിഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ വൈകുന്നേരത്ത്? അടിപൊളിയല്ലേ? മധുരക്കിഴങ്ങ് കഴിക്കാണ്ട് ചോറണ്ട് ഉണ്ടാലോ. ആ ഉപ്പേരിയും കൂടി എടുക്ക്, ഒന്ന് ചൂടാക്കട്ടെ. അവിടെ കഴിഞ്ഞ് കഴിഞ്ഞു. ഗ്യാസ് പേടിച്ചിട്ടാട്ടോ എന്താ അടുപ്പിലിപ്പോൾ ഈ ചെറിയ ചുള്ളി വർഗ്ഗങ്ങളുണ്ടല്ലോ കത്തിക്കാനെന്ന് വിചാരിച്ചു. അവർക്ക് കുട്ടികൾക്കല്ലേ. കണ്ടില്ലേ ചിക്കനൊന്നും ഇല്ല കേട്ടോ, ചെയ്തിട്ടൊന്നും കാര്യമില്ല. ചിക്കന് നല്ല വില ചെയ്തുകൊണ്ട് കുറച്ചേ വാങ്ങിയുള്ളൂ. ഇതാ കൊടുക്ക്. സലാഡില്ല എന്നാ വേണ്ടെങ്കിൽ ചോറുണ്ടോ കുഞ്ഞു? കുട്ടിക്ക് വേണോ ബിരിയാണി? വേണോ തരേ. കുട്ടികൾക്ക് കഴിക്കാനുള്ള തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ 2 കിലോ അരി എടുത്തിട്ടേ വെച്ചുള്ളൂ. എന്നാ പൊന്നാ എന്നാ കുറച്ച് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ആണ്. വാ വലിയ മതത്തേരടാ. അത് കളയണ്ട കുഞ്ഞാ, അവര് എടുത്തിരാരെങ്കിലേ. എടാ ഉണ്ണി ഇത് കഴിക്കടാ. ഡിമാൻഡ് ആക്കിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചോറിന്റെ വെച്ച് കഴിഞ്ഞാൽ ഇല്ല കേട്ടോ. സാധാ ചോറുണ്ടേ. സാധാ ചോറ് പിന്നെ ഉണ്ടാവും. കിച്ചോനും ഇത്തിരി ഡിമാൻഡ് ആക്കല് കൂടുതലാ കുഞ്ഞിന് തന്നെ. കിച്ചൊന്നാ മാങ്ങയൊക്കെ ഉണ്ട്. എന്ത് വേണ്ട ഏട്ടനോ? ഇത് കുട്ടി കുട്ടി പടനെ കിടക്കണേ. എവിടെയോ കിടന്നു. ആദ്യം മാമുണ്ടിട്ടല്ലേ കിടത്താം. കുട്ടി മാമുണ്ണ്. കുഞ്ഞേട്ട അവിടെ, കുട്ടി ഇവിടെ, വാവേട്ട അവിടെ. ഊണുണ്ടല്ലേ കിടക്കുക. ആദ്യം മാമുണ്ണ്. എന്റെ കുട്ടി അവിടെ വെച്ച് കിടന്നു. ആദ്യം മാമുണ്ണ് മാമുണ്ണ് കൊടുക്ക്. അപ്പോഴേ മക്കളുടെ ഒക്കെ കഴിക്കല് കഴിക്കട്ടെ കേട്ടാ. അപ്പൊ അത് കഴിഞ്ഞിട്ടേ നമുക്ക് കഴിക്കാൻ തുടങ്ങട്ടെ. സമയം 8:30 ആയിട്ടേയുള്ളൂ. നമ്മള് എന്താ നേരത്തെ കഴിച്ചു കഴിഞ്ഞാൽ മഴ വരുന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. എന്താ വെള്ളം കൊടുക്ക്. ഇതാണ്ടോ ഇതാണ് ഇവിടെ ഒരാളുടെ കുറുമ്പ്. അയ്യോ ഇനി വീടില്ലേ. അപ്പൊ വിശേഷം നിർത്തണേ. 2 പേര് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നാളെ നല്ല കാഴ്ചയായിട്ട് വരാം.